ബാലന്റെ അടുത്ത് ഗോമതി പറയുന്നുണ്ട്, ഇനി മുതൽ ഉച്ചയ്ക്ക് ഇവിടെ വന്ന് ഫുഡ് കഴിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ബാലൻ പറയാം അത് പറ്റില്ല, ദേവിമോള് കൊണ്ടുവരുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഗോമതി ഒന്ന് കടുപ്പിച്ച് പറയുന്നുണ്ട്, ബാലേട്ടൻ നാളെ തൊട്ട് ഇവിടെ വന്ന് കഴിച്ചാൽ മതി, ഇവിടെ നിന്ന് ആരും ഫുഡും കൊണ്ട് വരുന്നില്ല എന്ന് പറയുമ്പോൾ ബാലൻ ഒന്ന് ഗോമതിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം പതിവ് പോലെ തന്നെ ശ്രീദേവി ഫുഡും കൊണ്ട് ഇറങ്ങുന്നുണ്ട്, കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് കടയിലും ആനന്ദിനും. ആ സമയത്ത് മിത്രയും മീനാക്ഷിയും പറയുന്നുണ്ട്, എന്തിനാ പോകുന്നേ, അമ്മ പറഞ്ഞതല്ലേ കൊണ്ടു കൊടുക്കണ്ടെന്ന് പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്, ഇതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയുന്ന സമയത്ത് മീനാക്ഷി അമ്മയുടെ അടുത്ത് വന്നിട്ട് പറയും, അതായത് ഗോമതിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, അമ്മ പറഞ്ഞിട്ട് ഒരു അനുസരണ പോലും ഇല്ല എന്ന് പറയുമ്പോൾ വളരെ ദേഷ്യത്തോടെ ഗോമതി ശ്രീദേവി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ ശ്രീദേവി അവിടെ നിൽക്കുന്ന സമയത്ത് നിന്നോട് പറഞ്ഞതല്ലേ ഫുഡ് കൊണ്ട് പോകണ്ടാന്ന്, നീ വേണമെങ്കിൽ ആനന്ദിന് കൊണ്ടു കൊടുക്ക്, ബാലേട്ടന് നീ കൊണ്ടു കൊടുക്കണ്ട, ഇതിപ്പോ നീയാണോ ഞാനാണോ അമ്മായിയമ്മ, കയറിപ്പോ അകത്തേക്ക് എന്ന് പറയുമ്പോൾ വളരെ സങ്കടത്തോടെ ശ്രീദേവി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. എന്നിട്ട് ശ്രീദേവിയുടെ അമ്മയെ വിളിച്ച് പറയുന്നുണ്ട്, എനിക്കിവിടെ ആരും സപ്പോർട്ടില്ല, ഞാൻ അങ്ങോട്ട് വരുവാണ്, എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം ശ്രീകല അത് ചോദിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്നത് കാണിച്ചാണ് നാളത്തെ പ്രൊമോ സ്റ്റോറി അവസാനിപ്പിച്ചേക്കുന്നത്.